ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഹോം ടൂറാണ്. ഹോം ടൂറിലേക്ക് പോവാം. ആസ്ട്രോണ്ട് കൂടെ ലെറ്റ്സ് ഗോ. വീട് ആദ്യമേ ഔട്ട് പോവാം. കരിവേപ്പിലുണ്ട് ഗൈസ്. വാഴ നീലക്കുറുങ്ങല്ലേ? കുറെ വാഴകളുണ്ട്, +3 വാഴ. ബാക്ക് ഫുള്ള് ഷോകല്ലേ, സൂപ്പർ. ടാങ്ക് ഒക്കെ ഉണ്ട്. ഇത് ഫുള്ള് ഷോകതേ, മതിലൊക്കെ കണ്ട. വാവ്, വെരി നൊസ്റ്റാൾജിക്. പണ്ടത്തെ സാധനം. പായല് പൂപ്പല്, പായലേ വിട പൂപ്പലേ വിട, പരസ്യത്തിന് കൊടുത്താലത്. ഓ ഫുൾ നൊസ്റ്റാൾജിക്, തറവാട് ഫീല്. നമ്മൾ ആസ്ട്രോ കൊണ്ട് വിടുന്ന അലക്കിരിക്കും. 4 ടാങ്കൊക്കെ ഉണ്ട് ഗൈസ്. വെള്ളം ഇല്ലെന്നേ ഉള്ളു, 4 ടാങ്ക് ഉണ്ട്. ഇത് ആ സൈഡ് ഉണ്ടാ? ഇവിടെ ഇതിലേ പോകാൻ പറ്റുമെന്നാട്ടാ. ഹായ്, മുരിങ്ങ തോരനൊക്കെ വെച്ച് വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്, ഡോണ്ട് വറി. ഇവിടെ തുളസി ഉണ്ട്. തുളസി അകത്തോട്ട് തറ. ഫ്രണ്ട് ഡോർ ഗൈസ്, ഫ്രണ്ട് ഡോർ. ലെറ്റ്സ് ഗോ. ഹോൾ എക്കോണ്ട്രാ, എക്കുണ്ട്. ഹോള് ഓക്കെ. ഹോളിൽ തന്നെയാണ് ബാത്റൂം തോന്നുന്നു. ബാത്റൂം എന്താണ് അവസ്ഥ? യൂറോപ്യൻ. ഇരുന്ന് കിടന്ന് കുളിക്കാനുള്ള സ്ഥലമുണ്ട്, കുഴപ്പമില്ല. ഫുള്ള് ഡാർക്കാണ് ഗൈസ്, ലൈറ്റൊന്നുമില്ല. ഹോൾഡർ ലൈറ്റ് കാൽപ്പാടുണ്ട്. ആക്ച്വലി ജോണിയുടെ ഉണ്ട്, കാണുന്നില്ലടാ. ആസ്ട്രോയുടെ കാൽപാദം ചെറുതായിട്ട് ജോണിയുടെ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ ഇതാരുടെ? ഇത് രണ്ടോണം ഉണ്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിപ്പോയ 2 കാലം വെച്ചാണ് കേറിയത്. ഓ, അത് കഴിഞ്ഞിട്ട് ജോലി നിങ്ങളെ കാണിക്കാൻ വേണ്ടി നടുക്ക് ചോട്ടിയത്. ആസ്ട്രോയുടെ കാൽപാതകൾ അങ്ങനെയൊന്നും പറയില്ലേ? കാൽപ്പാടുകൾ പടന്ന് അങ്ങനെ എന്തോ സാധനം ഇല്ലടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇംഗ്ലീഷിൽ എനിക്ക് അറിയില്ല ആ സാധനം. ഷെൽഫ് കുഴപ്പമില്ല, സെറ്റ്. റൂമിലേക്ക് പോകും. റൂം ഷെൽഫ് ഗൈസ്. റൂം കുഴപ്പമില്ലാത്ത റൂം. ഇവിടെ നമ്മൾ വയർ വലിച്ചിട്ടുണ്ട്. നെറ്റ് ഇമ്പോർട്ടൻറ്റ്. ഗെയിമേഴ്സ് ആയതുകൊണ്ട് സ്ട്രീം ചെയ്യാനായിട്ട് നെറ്റ് വന്നപ്പോൾ തന്നെ നെറ്റും വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുന്നതിലൂടെ നെറ്റ് വന്നത്. പിന്നെ ഇവിടെ പവർ പ്ലഗ് എക്സ്ട്രാ ചെയ്യിച്ചാണ് PC വെക്കാനായിട്ടുള്ളത്. കുഴപ്പമില്ല. ജനല് ഒടുക്കത്തെ വെട്ടാട്ടാ. രാത്രി ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ വെട്ടായിരുന്നു. ആ പോസ്റ്റല്ലേ, ആ പോസ്റ്റിൽ നിന്ന് വെട്ടം ഡയറക്റ്റ് ഇങ്ങോട്ട് ഉറങ്ങാൻ പറ്റൂല കേട്ടോ. ജനൽ തുറന്നിട്ടിട്ട് വെട്ടം കണ്ണിലടിച്ച് കയറും. ഇവിടെയും ജനലുണ്ട്, കുഴപ്പമില്ല. എയർ സർക്കുലേഷൻ കുഴപ്പമില്ല. പക്ഷെ ഫാനില്ല, ലൈറ്റില്ല. ഇത് ജാമ്പോന്റെ കാലത്തെ സാധനമാണ്. ഇത് ഇപ്പോഴും ഉണ്ടോന്നാണ് ഇപ്പോഴും ചലിക്കുന്നുണ്ടത്. ഇതെല്ലാം കത്തിപ്പോയ ഞാനല്ല ഉത്തരാതി. ഇനി നമുക്ക് അടുക്കള കാണാം. അടുക്കളയിൽ വെട്ടല്ല കേട്ടാ. ഫ്ലാഷാണോ? ഫ്ലാഷ് ഓട്ടോഫിയ. അടുക്കള ഗൈസ്. വാഷ് ബേസിൻ, സ്റ്റൗ ഒക്കെ ഉള്ള സ്ഥലം, സെൽഫ്, പവർ പ്ലഗ് ആണെന്ന് പറയുന്നു. വർക്കാവോ? സൂപ്പർ. അത് തന്നെ. ആശ്രമം വേറെ മൂടാണ്. ഇത് ഷോക്ക് അടിക്കാനുള്ള സെറ്റപ്പിലാകുന്നത്. വയറൊക്കെ വിട്ടെടുക്കല്ലേ. സ്വിച്ച് ഓൺ ആണ്.
ആസ്റ്റോ എനിക്ക് എത്തൂല നീ പിടി കുഴപ്പമില്ല. കണ്ണാ, come on. പിടി. കിട്ടിക്ക. ഇതൊക്കെയാണ് ഹോം ടൂർ. ഇത്ര ഉള്ളു വീട്. ഐ തിങ്ക് സോ. ഒന്നും ഇല്ലല്ല. എല്ലായിടത്തും ഫാനും ലൈറ്റും ഇല്ല ഗൈസ്. എല്ലായിടത്തും വയറ് വലിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഇങ്ങനെ കിടന്നല്ല ആക്ച്വലി. ഇതിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ സേജിൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റ് എങ്ങനെയാണെന്ന്. കറക്റ്റ് ഇത് ഇങ്ങനെ അല്ലായിരുന്നില്ലേ, ഫുള്ളും പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നതാണ്. ഒരു പാച്ച് വർക്കൊക്കെ ചെയ്ത് ശരിയാക്കിയതാണ്. അത് വേണമെങ്കിൽ സേജിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. സേജിൻ്റെത് ഞാൻ വേണമെങ്കിൽ ലിങ്കോ എന്തെങ്കിലും ഇട്ടേക്കാം, ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഹോം ടൂർ. പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത. ഇനി അൺപാക്കിംഗ് ഉണ്ട് അല്ലേ? അൺപാക്കിംഗ് അത് ഇനി വണ്ടിക്കാതിരിക്കുക എല്ലാ സാധനവും ഇനി വണ്ടിയിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കൊണ്ടുവരണം. അങ്ങനെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ വരാന്ത സെറ്റാട്ടാ. വരാന്ത ഈസ് ആക്ച്വലി വെരി ഗുഡ്. ഇവിടെ ഇരുന്ന് എല്ലാം കാണാം, എല്ലാവരെയും കാണാമെന്നൊക്കെ. ഇപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ സെറ്റാണ് ഗൈസ്. മഴയൊക്കെ ഇവിടെ ഇരുന്നിട്ട് മഴയൊക്കെ കണ്ട് സെറ്റായിട്ട് എൻജോയ് ചെയ്യാം. വാവ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി അൺപാക്കിംഗ് ആയിട്ട് വരാം. ഓക്കെ ബൈ. ഫേമസ് വ്ളോഗറെ കൊണ്ട് ലോഡ് ഇറക്കിപ്പിക്കുന്നത്, ഫേമസ് സ്ട്രീമറിനെ കൊണ്ട് ലോഡ് ഇറപ്പിക്കുന്നത്. ഇത് വഴിയെ പോയവരെല്ലാവരും ലോഡ് ഇറക്കുന്നുണ്ട്.